എന്താ ഫോൺ വിളിച്ചെടുക്കാൻ പറ്റത്തില്ലേ? അവിടെ എന്ത് മല വലിക്കുന്ന പണിയുണ്ടായിട്ടാ? എത്ര നേരം ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട്? നിനക്കെന്താ വേണ്ടേ? നിങ്ങളെ എന്നെ വിളിച്ചത്? ശരി, വെച്ചിട്ട് പോടാ. ശരി, ആ ജെനിയോട് വരാൻ പറ. അതിനോട് ലീവ് എടുത്തിരിക്കല്ലേ? എന്നാ ജയ്യോട് എങ്ങനെ വരാൻ പറ. ഇവള് ലീവ് എടുത്തോണ്ട് അവന് ലീവ് എടുത്തിരിക്കുക. ഓ ഈശ്വരാ, അപ്പൊ വർഷ എവിടെ? അവള് റിസൈൻ ചെയ്ത് അമേരിക്കയിലേക്ക് പോയില്ലേ? ഇതെന്താ എല്ലാ കാര്യവും മറന്നുപോയോ? ഞാൻ മറന്നിട്ടൊന്നുമില്ല. നിങ്ങൾ എല്ലാവരും കൂടി ഭ്രാന്തി കയറ്റി എന്നെ ഒരു ബോധമില്ലാത്തവനാക്കി. അതെ, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? ഒരു മെയിൽ അയച്ചിരുന്നു. പ്രോജക്റ്റ് ആണോ? അല്ല, എന്റെ ലീവ് ലെറ്ററാ. എല്ലാവരും ലീവ് എടുത്ത് പൊക്കോ. ഞാൻ മാത്രം തനിച്ചൊരു പൊട്ടനെ പോലെ ഇരുന്ന് മണി അടിച്ചോണ്ടിരുന്നോളാം. ഞാനാ മണി എടുത്തോണ്ടോ? ഫയൽ എടുത്തോണ്ട് വാടാ. ഭ്രാന്ത് കേട്ടല്ലേ? എടി, ഇവിടെ ഇനി കഥ കുറക്കാനായിട്ട് ഒരുത്തിന് സെറ്റ് ആക്കണല്ലോ. ആരാ മനസ്സിലായില്ലേ? ഞാൻ സെൻസസ് എടുക്കാൻ വന്നതാ. നിങ്ങൾ ജയല്ലേ? അതെ, വാ. സാർ, നിങ്ങൾ ഹൗസ് ഓണറാണോ? കണ്ടിട്ട് എന്താ തോന്നുന്നു? കണ്ടിട്ട് അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. നിങ്ങളുടെ പേരെന്താന്ന് പറഞ്ഞ? വിജയ്. അതല്ലേ പുറത്ത് വെച്ച് പറഞ്ഞ ചെയ്യുന്നത്. നിങ്ങളുടെ വൈഫിന്റെ പേര് പറഞ്ഞേ. വർഷ. താങ്ക്സ്. ജെനി. സാർ, നിങ്ങളുടെ സിസ്റ്റർ ആണോ? അതെ, സിസ്റ്റർ ആണ്. സിസ്റ്റർ അല്ല, ആക്ച്വലി ഇതെന്റെ സിസ്റ്ററും ഇതെന്റെ വൈഫാണ്. അല്ല, അങ്ങനല്ലേ സാർ? അപ്പൊ ഇതാരാണ് സാർ? സാർ, എന്റെ പേര് ജയ്, ഇതെന്റെ വൈഫാണ്. ഇവർ രണ്ടും എനിക്ക് സിസ്റ്ററെ പോലെ. ഇവരുടെ ഹസ്ബൻഡാണ് ഞാൻ. സാർ, എനിക്ക് മനസ്സിലാവുന്നില്ല സാർ. ഒന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റുമോ ഇത് ആരുടെ വൈഫാണെന്ന്? ഇവിടെ ആകെ 3 പേരിലുള്ളൂ, എന്നിട്ട് മനസ്സിലായില്ല. ശരി, ഞാൻ ഒന്നുകൂടി പറയാം, ഒന്ന് ശ്രദ്ധിക്കണം. പറഞ്ഞോളൂ സാർ. എന്റെ പേര് ജയ്, ഇതെന്റെ വൈഫ്. ഇവർ രണ്ടൊരു സിസ്റ്റർ ആണ്, ഇവളുടെ ഹസ്ബൻഡാണ് ഞാൻ. സാറേ, എന്നെ വെറുതെ കൺഫ്യൂഷൻ ആക്കല്ലേ സാറേ. ഒന്ന് നിർത്തി പറയൂ സാർ. അവസാനമായിട്ട് ഒരു തവണ ഞാൻ പറയാം, അത് മര്യാദയ്ക്ക് നോട്ട് ചെയ്തോ. ഇനി ഞാൻ പറയില്ല, ഓക്കെ? എന്റെ പേര് ജയ്, ഇതെന്റെ വൈഫാണ്. രണ്ടുപേരും സിസ്റ്റർ പോലെയാണ്, ഇവളുടെ ഹസ്ബൻഡാണ് ഞാൻ. സാർ, ഇതാണോ സാറേ പതുക്കെ? ഇനി ഒരു പ്രാവശ്യം ഫാസ്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞേ. ഇത് വൈഫ് സാർ, രണ്ട് സിസ്റ്റർ, ഹസ്ബൻഡ്. സാർ, ഞാനൊരു ഓഫീസറാ. രണ്ടുപേരിൽ ആരാണ് ഭാര്യ എന്ന് കറക്റ്റ് ആയിട്ട് പറ സാറേ. ഇവര് രണ്ടുപേരും എന്റെ വൈഫല്ല, എനിക്കൊരു ബന്ധമില്ല. താനൊന്ന് ഇറങ്ങി പോയി, ഒന്നുമില്ല. ചെല്. അല്ല ഇത് നീ ഇട്ടെന്ന് റിങ് തന്നെയല്ലടാ? അതെ. അപ്പൊ പിന്നെ ഇങ്ങനെ വൈഫ് അല്ലാന്ന് പറഞ്ഞേ? അല്ല, നീ തന്നെ എന്റെ വൈഫ്. ഓ, അപ്പൊ അവള് വൈഫാണ്, ഞാൻ നീ തന്നെയാ? അപ്പൊ ഞാനോ? നീ ആ വൈഫ്. രണ്ടുപേരും വൈഫല്ല, ഒന്ന് മാറി. അയ്യോ, എന്തുവാണ് അച്ഛനെ എന്റെ പേരെടുത്ത് കുടിച്ചിട്ട് പോകുന്നത്? എന്തോന്ന് എന്റെ നിന്റെ എന്നൊക്കെ? ഇത് ഏതാ സ്ഥലം അറിയോ? എവിടെയാടാ ഇത്? ഏതാ സ്ഥലം അറിയോന്ന്? നീ പറഞ്ഞാലേ അറിയാൻ പറ്റൂ. നല്ല സുഖം കിട്ടുന്ന സ്ഥലമാണിത്. എന്താടാ ശവക്കോട്ടെ പാടേണ്ട പാട്ടൊക്കെ ഇവിടെയാണോ പാടുന്നേ? അവിടെ തീരുന്നവര് പോവും, ഇവിടെ കുടിക്കുന്നവര് വരും. എന്താടാ വിദ്യാഭ്യാസമുള്ള ചെറുക്കനെ പോലെ സംസാരിക്കുന്നേ? എനിക്ക് നല്ല വിദ്യാഭ്യാസം മുത്തശ്ശ. മോനെ ഫീൽ ചെയ്യാതടാ. അങ്ങോട്ട് വാ. നിന്റെ വിഷമം എന്താണെന്ന് എന്നോട് പറയടാ. മതി. അല്ല, എന്ത് പ്രശ്നം ഉണ്ടായാലും കൂടാനായിട്ട് ആമ്പിള്ളേരെ തന്നെ നോക്കുന്നത് എന്തിനാ? ഞങ്ങളെ പരിഗണിക്കേ. ബോയ്സിന്റെ ഫീലിംഗ് ഒരു ബോയ്സിനല്ലേ മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങളെ പെണ്ണുങ്ങളായിട്ട് എന്തിനാ കാണുന്നത്? അളിയന്മാരായിട്ട് കരുതിയാ പോരെ? ഓടാ കേളവാ. ഹായ് ബേബി, ഇതും കൂടി ഒന്ന് വാഷ് ചെയ്തേക്കോ. എന്ത് പറഞ്ഞാലും ഷെയറിങ്. എന്തെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞാ അപ്പൊ അവള് പ്രഗ്നന്റ് ആണെന്ന് പറയും. അവൾ അങ്ങനെ പറഞ്ഞു. ഇന്ന് ശരിയാക്കി തരാം. എടി, എവിടെ ഈ വർഷേ പുറത്തേക്ക് വന്നേ. എന്താ ജയ്? എല്ലാം ഷെയർ ചെയ്യണമെന്നല്ല പറയാറ്. എന്നിട്ട് അടുക്കളത്തെ പണിയൊന്നും നോക്കാൻ പറ്റില്ലേ? ഇങ്ങനെ റൂമിൽ പോയിരുന്ന അങ്ങനെ വന്ന് നിന്നെ പണിയെടുത്തേ. എന്നോടാണോടെ ജോലി ചെയ്യാൻ പറയുന്നത്? ജനിക്കുന്ന കുഞ്ഞും നിന്നെ ചീത്ത പറയില്ലേ? സോറി ബേബി. എന്തായി? അല്ല, ഇപ്പൊ നമ്മൾ എന്ത് സംസാരിച്ചാലും വയറ്റിലുള്ള കുഞ്ഞും കേൾക്കില്ലേ? അത് നീ പറയുന്നിട്ട് അവളോടെങ്ങാനും പണിയെടുക്കാൻ പറഞ്ഞു വിചാരിക്കും. നാളെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞ് തന്നെ ചീത്ത പറയില്ലേ? ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു കാര്യം ഉണ്ടാവടി. എന്ത് ഈ പ്ലേറ്റ് ഒന്നും കഴുകാതെ ഇങ്ങനെ നിൽക്കുന്നേ? ഓ, എടി, എനിക്കൊരു ബോധമില്ലേ? സൂക്ഷിച്ചു കിടന്നുണ്ട്. എന്താ ഭയങ്കര സ്നേഹമാണല്ലോ. അവളാരോ ഞാനാരോ, ഇതെല്ലാം കുഞ്ഞിന് വേണ്ടി ചെയ്യുന്നതാ. ഞാൻ ആരോ ആണെന്നോ? ഈ കുഞ്ഞിന് ഞാനാണ് അമ്മ, നീയാണ് അച്ഛൻ, ജെനി വല്യമ്മ. വല്യമ്മയാണോ? എന്നാ ചെറിയമ്മ എന്ന് പറഞ്ഞു. പോയിസൺ തന്ന് കൊന്നു കളഞ്ഞ. അപ്പൊ പൂജപ്പുര ജയിലിൽ പോയി കിടക്കാം. സ്റ്റുപ്പിഡ്. ജെനി, നീ വർഷ ഇരിക്കുന്നിടത്ത് ഇരിക്കുന്നേ. വർഷ ഇപ്പൊ എവിടെയാണോ എന്തോ.
ഇപ്പൊ എന്തിനാ നീ വർഷയുടെ കാര്യം സംസാരിക്കുന്നത്? അവളെ ഞങ്ങളുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ഏയ് അവരതിനൊന്നും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞ ഇവനെന്തിനാ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത്? നോക്കി, ഇപ്പൊ നീ വീടിനെ കുറിച്ച് സംസാരിച്ചില്ല. നാളെ നീ വീടിനെ കുറിച്ച് ഞാൻ സംസാരിച്ചാൽ കൊന്നു ഞാൻ. എടാ ഞാനതിന് വീടിന്റെ കാര്യം പറഞ്ഞില്ലേ? ഞാനിത് പറഞ്ഞോ? അവൾ മിണ്ടരുന്ന് പറഞ്ഞ എടാ മിണ്ടരുത്. ഞാൻ മിണ്ടില്ലല്ലോ. Back fellow. ഭ്രാന്തൻ, Fool. പൊട്ടൻ, Idiot. വെളിവില്ലാത്തവൻ. നിന്നെപ്പോലൊരു യൂസേഴ്സിനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അത് തന്നെ. ഇത്രയ്ക്ക് ദേഷ്യപ്പെടാനും മാത്രം ഞാനതിന് എന്താണോ പറഞ്ഞേ? രണ്ടുപേർക്കും എന്ത് പറ്റി? എന്തോ ചീഞ്ഞ് നാറുന്നുണ്ട്. ഇന്ന് എന്താണ് സ്പെഷ്യല്? കുഞ്ഞെന്ന് പറഞ്ഞ് അവള് വല്ലാത്ത സീൻ കാണിക്കാണല്ലോ. നീ ആണെങ്കിൽ അതിനെല്ലാം താങ്ങുകയും ചെയ്യുന്നുണ്ട്. അതെന്താ അവക്ക് മാത്രമേ പാടുള്ളൂ? ഞാനും ഡിസൈഡ് ചെയ്തു. ട്വിൻസ്. ഇന്നത്തെ ഈ മാച്ചോട് കൂടി അവൾ ഔട്ടാവണം. പോയി കഥ തുറക്ക്. നിനക്ക് പോയി തുറന്നൂടെ? ഒന്ന് പോയി തുറക്ക്. ഏയ് നീ പോയി തുറക്ക്. നീ ഒന്ന് പോയി തുറക്ക്. നീയല്ലേ എന്റെ മടി കിടക്കുന്നേ? പോയി തുറക്ക്. എന്നാ പിന്നെ നീ എന്നെ മടി കയറി എന്നിട്ട് പിന്നെ പോയി തുറന്നോളൂ. അയ്യോ, എന്ത്? Hey, hi. Hi Jenny, how are you? Hi, I'm good. This is my latest girlfriend Sanki. Oh, hi. ബൂയാക്ക. Imported from Shankistan. Oh, വാ. ജയ് എവിടെ? എഴുന്നേറ്റ് വന്നോ? ഡാർലിംഗ്, ഈ സമയത്ത് ഇവനെ എഴുന്നേക്കില്ലേ? സാധാരണ ഉച്ചയാവാതെ എഴുന്നേക്കാറില്ല, അതുകൊണ്ട് വാ. ചോദിച്ചതാ. ഓ ഡാർലിംഗ്, പിന്നെ ഇരിക്ക്. ഇതാണ് കൂസു കൂസു. കുസു. അതാണ് ലാംഗ്വേജ്. അതൊക്കെ ഞാനിപ്പോ പഠിച്ചോണ്ടിരിക്കാം. എനിക്ക് പിന്നെ കോഫി നീ തന്നെ എടുത്തിട്ട് പോയോ? ഓ ഡോറിന്റെ മേലെ ഒട്ടിച്ച ബോർഡ് നോക്കടാ. അയ്യോ ഇത് എന്റെ തൊട്ടടുത്തുണ്ടായിരുന്നല്ലോ. സിയ, താനനു. ഇവിടെ എന്തൊക്കെയാടാ ഈ നടക്കുന്നേ? ഒന്നുമില്ല, വെറുതെ ജോളിയായിട്ട് തന്നെ. വെങ്കി വന്നിരിക്കുന്നു, എന്റെ കൂടെ സംഖ്യ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഇൻവിറ്റേഷൻ തരാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നു. പക്ഷെ നിങ്ങളാണെങ്കിലോ ഒരുമാതിരി കാറ്റ് പോലെ പറന്ന് എങ്ങോട്ട് പോയി നിൽക്കുന്നു. നീ അതവിടെ വെച്ചിട്ട് പൊക്കോടാ. എടാ നിങ്ങൾ പെർഫെക്റ്റ് കപ്പിളാണെന്നും പറഞ്ഞിട്ടാ ഫസ്റ്റ് ഇൻവിറ്റേഷൻ തരാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഒരു മര്യാദ ഇല്ലാതെ വന്ന് വാങ്ങിട്ട് പോടാ. ഇത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നേ? നീ വിളിച്ചുകൊണ്ട് നിന്റെ ഇൻവിറ്റേഷൻ വാങ്ങിട്ട് വന്നതാടാ. 5 o'clock ഫംഗ്ഷൻ. ഞങ്ങൾ രണ്ടുപേരും കൃത്യസമയത്ത് തന്നെ എത്തിയേക്കാം. എന്നാ പിന്നെ നീ ബാക്കിയുള്ള ഇൻവിറ്റേഷൻ കൊടുക്കില്ലേ? അപ്പൊ നീ ഞങ്ങൾ ഇൻസൾട്ട് ചെയ്യണം. അങ്ങനെ തന്നെ വിചാരിച്ചു. നീ ബാക്കിയുള്ള ഇൻവിറ്റേഷൻ കൊടുക്കാൻ നോക്കി. അത് നീ ഇങ്ങനെ ആടി പറയുന്നത്? ഇത് ആടി മാസമല്ല, ആവണി മാസം നീ ആണി അടിച്ചോണ്ട് പറയും. ഞാൻ ഒരു ചെളി അടിക്കുമ്പോ നീ ചെളി വാരി എറിയാൻ നിൽക്കണം. നീ പോയി ബാക്കിയുള്ള ഇൻവിറ്റേഷൻ കൊടുച്ചല്ലേ. നീ എന്തിനാടി എല്ലാം കൈവിട്ട് പോയിട്ടില്ല. അല്ല അമേരിക്കയിൽ നിന്ന് നീ എപ്പോഴാ? ഇതെന്താ സംഭവം? ഫുൾ മീൽസോ? ഓ ഷെഫാ. ഓ ഇതായിരുന്നല്ലേ ഇന്നലെ രണ്ടും കൂടി എന്റെ ചെവി പൊട്ടുന്ന രീതിയിൽ ചീത്ത വിളിച്ചോണ്ടിരുന്നത്. ഞങ്ങൾ ലിവിങ് ടുഗദർ, നിങ്ങൾ ടുഗദർ ലിവിങ്. വാട്ട് ആൻ ഹൗസ്, ത്രീസം ലൈഫ്. വൃത്തിയോട് പറയല്ലേ. ഓഹോ, പറഞ്ഞാ വൃത്തികേട്, പക്ഷെ ചെയ്യുന്നതൊക്കെ കാലിപ്പോനമ്പോ സോലിജെ സോഡാച്ചാ സോബാച്ച കാബുബോ പൈസാജാ. മൊച്ചക്കൊലി പൂ കൊച്ചക്കൊലി കൂ. ഇപ്പൊ അവളെന്താ പറഞ്ഞ? നീ തിരിച്ചെന്താ പറഞ്ഞ? ആദ്യം ഇവൾ ആരാണെന്ന് ചോദിച്ചു, പിന്നെ അവൾ ആരാണെന്ന്. ഇത് ബിഗ് ഹൗസ് എന്ന് പറഞ്ഞു, അത് സ്മോൾ ഹൗസ് എന്ന് ഡീസന്റ് ആയിട്ട് പറഞ്ഞു. ഡീസന്റ് ഛേ യക്കേലി കസ്തക തക്കേലി മുസ്തക ഫിർമിജെ ചാല മാഞ്ച ഗാച്ചല കുച്ചല അപ്ലി യൂ മംഗത ചാകല ആ അച്ചാ കുൽച്ച ഗിൽമ പലകായി ജാതാ. ആക്ച്വലി എന്നെ കുറിച്ച് പരമാവധി കുറ്റം പറഞ്ഞതല്ലോ. അല്ല മച്ചാനെ, നിനക്ക് എങ്ങനെ ഈ ലാംഗ്വേജ് മനസ്സിലായി? കുറ്റം പറയുന്നത് മനസ്സിലാക്കുന്നുണ്ട് ലാംഗ്വേജ് അറിയുന്നത്. കണ്ണി നോക്കി അറിഞ്ഞുകൂടാ. നീ അവളെ ദൈവം ഇതൊന്ന് കൂട്ടിക്കൊണ്ട് പോയി. കൊച്ചക്കൊലി ഗു ഗു. കാം കാം ആയില്ലേ മച്ചാക്ക. ആ തുവാ മൊച്ചക്കൊലി. സാരമില്ല, കണ്ണി കണ്ടിട്ട് പറയുന്നിട്ട് നമ്മൾ എന്തിനാ? നമുക്ക്